ഹായ് ഫ്രണ്ട്സ്, പവിത്രം സീരിയൽ സീസൺ 2 നമ്മൾ ഇട്ടിരുന്ന വീഡിയോയുടെ ബാലൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ശങ്കരനാരായണൻ്റെ സുഹൃത്തായ DYSP ശങ്കരനാരായണനെ കാണാൻ വന്നത് വിക്രം കേസിൽ വിക്രമിന് എതിരെ സാക്ഷി പറഞ്ഞ പഴയ എസ്റ്റേറ്റ് മാനേജർ ജോബി അവൻ മറ്റൊരു കേസിൽ പിടിയിലായി. അവൻ്റെ വീട്ടിൽ നിന്നും ഒരു ക്യാമറ ലഭിച്ചു. കണ്ണീർമലയിൽ വെച്ച് വിക്രം ചന്ദ്രശേഖരനെ വെടിവെക്കുന്നത് നേരിൽ കണ്ടു എന്ന് പറഞ്ഞ പഴയ എസ്റ്റേറ്റ് മാനേജർ ജോബിയെ മറ്റൊരു കേസിൽ DYSP അറസ്റ്റ് ചെയ്തു. അപ്പോൾ ജോബിയുടെ വീട്ടിൽ നിന്നും കണ്ണീർമലയിൽ ഫോറസ്റ്റുകാർ സ്ഥാപിച്ച മിസ്സിംഗ് ആയ ആ ക്യാമറ ലഭിക്കുന്നു. ആ ക്യാമറ പരിശോധിച്ചപ്പോൾ DYSP കാണാനിടയായി കണ്ണീർമലയിൽ വെച്ച് ശ്രീകാന്തും ചന്ദ്രശേഖരനും വിക്രമിനെയും വേദയും അനിയൻകുട്ടനെയും ബലമായി പിടിച്ചുകൊണ്ടു പോകുന്നതും ചന്ദ്രശേഖരനെ വെടിയേക്കുന്നതുമായ എല്ലാ ദൃശ്യങ്ങളും അതിലുണ്ടായിരുന്നു. ആ തെളിവുകളെല്ലാം അടങ്ങിയ ഒരു ക്യാമറ തൻ്റെ കൈവശമുണ്ടെന്ന് പറയാനാണ് DYSP ശങ്കരനാരായണനെ കാണാൻ പോയത്. ഇത് കേട്ടപ്പോൾ ശങ്കരനാരായണന് ഒത്തിരി സന്തോഷമായി. വിക്രമിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു തെളിവാണല്ലോ, അത് ആരുടെയും കയ്യിൽ കൊടുക്കരുതെന്ന് ശങ്കരനാരായണൻ DYSPയോട് പറയുന്നുണ്ട്. വീണ്ടും വിചാരണയ്ക്ക് വേണ്ടി കേസ് കോടതിയിൽ ഫയൽ ചെയ്യാൻ വേണ്ടി ശങ്കരനാരായണൻ വിക്രമനെ കാണാൻ ജയിലിലേക്ക് പോവുകയാണ്. കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി സൈൻ ചെയ്യിക്കാൻ. ജയിലിൽ ചെന്ന് വിക്രമനോട് ശങ്കരനാരായണൻ പറയും, വീണ്ടും കേസ് ഫയൽ ചെയ്യുക ഹൈക്കോടതിയിലേക്ക്. ഇപ്പോൾ അതിനുവേണ്ടി നീ ഒന്ന് സൈൻ ചെയ്തു തരണം. അപ്പോൾ വിക്രം പറയും, എന്തിനാ ജോലി വരെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് വേണ്ടി ഒത്തിരി ശ്രമിച്ചില്ലേ? എന്തെങ്കിലും ഫലം കിട്ടിയോ? എന്തിനാ വെറുതെ സമയം വേസ്റ്റാക്കുന്നത്? വീണ്ടും വിചാരണയ്ക്ക് വെച്ച് എത്രയോ കേസുകളിൽ ജയിൽ മോചിതരായിട്ടുണ്ട് പലരും. ഇത്തവണ നമ്മൾ തോൽക്കില്ല, ഇത്തവണ നമ്മൾ ജയിക്കും, അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് ശങ്കരനാരായണൻ പറയും. അത് കേൾക്കുമ്പം വിക്രം സൈൻ ചെയ്തു കൊടുക്കും. അപ്പോൾ ശങ്കരനാരായണൻ പറയും, അകത്ത് കിടന്നിട്ട് പലതും നേടാൻ കഴിയുമെന്ന് തെളിയിച്ചു കഴിഞ്ഞില്ലേ, അതുകൊണ്ട് വെളിയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ മറ്റൊരു ലോകം നിന്നെ കാത്തിരിക്കുന്നു. അപ്പോൾ വിക്രം പറയും, ആ ലോകത്ത് എനിക്ക് വേണ്ടപ്പെട്ടവരാരെങ്കിലുമൊക്കെ കാണുമോ എന്ന് ചോദിക്കും. വേദ എവിടാണെന്നോ എന്താണെന്നോ ഒരറിവും ഇല്ലല്ലോ, എന്തെങ്കിലും അറിവുണ്ടോ അച്ഛന് എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ എന്നോട് പറയണം എന്ന് പറയും. അപ്പോൾ ശങ്കരനാരായണനാണെങ്കിൽ ഓർക്കും മസൂറി പോയി മകളെ കണ്ടതൊക്കെ, പക്ഷേ ഒന്നും പറയത്തില്ല. അപ്പോൾ വിക്രം ചോദിക്കും, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല, നീ വെളിയിൽ ഇറങ്ങുമ്പോൾ മറ്റൊരു ലോകം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ശങ്കരനാരായണൻ വിക്രമനോട് പറയും. എന്നിട്ട് ജയിലിൽ നിന്ന് പോരും. ഇങ്ങനെ ഒരു CCTV ക്യാമറ കിട്ടിയത് എല്ലാം വിക്രത്തിന് അനുകൂലമാകുക. വിക്രം അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങാനുള്ള എല്ലാ വഴിയും തെളിയും. അതേസമയമാണെങ്കിൽ വേദ മസൂറിയിലെ അവിടുത്തെ എല്ലാ ട്രെയിനിങ്ങും കഴിഞ്ഞ് വേദയുടെ മോളൊക്കെയാണ് സ്കൂളിൽ പോയി തുടങ്ങി. തരുണിൻ്റെ മകളാണെന്ന് വിചാരിച്ച് തരുൺ അതിനെ താഴെ വെക്കാതെ തന്നെ വളർത്തുകയാണ്. വേദയാണെങ്കിൽ ട്രെയിനിങ് പീരീഡും എല്ലാം കഴിഞ്ഞ് വേദയാണെങ്കിൽ തിരിച്ച് തരുണിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. വേദയ്ക്ക് ഫസ്റ്റ് പോസ്റ്റിംഗ് തമിഴ്നാട്ടിലാണ്, സബ് കളക്ടറായിട്ട്. തരുൺ അയ്യർക്ക് തമിഴ്നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. അങ്ങനെ അവരൊന്നിച്ച് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. തരുൺ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല കുഞ്ഞ് തരുണിൻ്റേതല്ല എന്നുള്ളത്. തരുണും ട്രാൻസ്ഫർ ആകും തമിഴ്നാട്ടിലേക്ക്. അങ്ങനെ അവർ ഫാമിലിയായിട്ട് തമിഴ്നാട്ടിലേക്ക് വരും. സബ് കളക്ടറായി വേദയും കമ്മീഷണറായിട്ട് തന്നെ തരുണും തമിഴ്നാട്ടിൽ വരികയാണ്. വേദയുടെ ഫസ്റ്റ് പോസ്റ്റിംഗ് തമിഴ്നാട്ടിലേക്കാണ്, സബ് കളക്ടറായി. അവിടെ ആദ്യം ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ഡ്രഗ്സ് മാഫിയ തലവൻ ദേവരാജനുമായി ഏറ്റുമുട്ടേണ്ടി വരികയാണ് വേദയ്ക്ക്. അവിടുത്തെ കോളേജ് സ്റ്റുഡൻസിനെ ഡ്രഗ്സ് ഉപയോഗിക്കാൻ പിടിച്ചുകെട്ടി പ്രേരിപ്പിക്കുന്നു എന്നുള്ള വേദയ്ക്കൊരു കോൾ ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് എക്സൈസിൻ്റെ ഒപ്പം വേദ റെയ്ഡ് ചെയ്യാൻ വേണ്ടി ഡ്രഗ്സ് മാഫിയ തലവൻ ദേവരാജൻ്റെ ഗോഡൗണിലേക്ക് ചെല്ലുകയും ലൈവായിട്ട് തന്നെ എല്ലാ വീഡിയോയും എടുത്ത് തന്നെ അവിടെയുള്ള സ്റ്റുഡൻസിനെ മോചിപ്പിക്കുകയും അവിടുത്തെ ലഹരി വസ്തുക്കളെല്ലാം പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ദേവരാജൻ ജാമ്യത്തിലിറങ്ങുകയും തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ ഡ്രഗ്സ് എല്ലാം പഞ്ചസാരയായിരുന്നു എന്ന് വരുത്തി തീർക്കുകയും ചെയ്ത് അങ്ങനെ വേദയ്ക്ക് ഒരു ശത്രു ആയി മാറുകയാണ് ഡ്രഗ്സ് മാഫിയ തലവൻ ദേവരാജൻ. ഇതറിഞ്ഞ തരുണയ്യർ ചോദിക്കുന്നുണ്ട്, വേദ ആദ്യമേ ഇതിങ്ങനെ ഇറങ്ങി വേദയും കൂടെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു എക്സൈസിൻ്റെ ഒപ്പം. എക്സൈസും പോലീസും പോയി ചെയ്തതിനുമായിരുന്നല്ലോ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കരുതായിരുന്നോ എന്ന് തരുണി ചോദിക്കുന്നുണ്ട് വേദയോട്. വേദ പറയും, അതിങ്ങനൊരു കോള് വന്നതിൻ്റെ പേരിൽ ഇങ്ങനൊരു കോളേജ് സ്റ്റുഡൻസിനെ അവിടെ പിടിച്ചു കെട്ടിയിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നൊരു കോള് വന്നപ്പോൾ എനിക്ക് ഡയറക്റ്റ് അവിടെ ചെല്ലേണ്ട, അങ്ങനൊരു നിയമം പറയുന്നുണ്ടല്ലോ, ഡയറക്റ്റ് അവിടെ ചെല്ലേണ്ടത് എൻ്റെ ഡ്യൂട്ടിയായിരുന്നു. അത് ഞാൻ റെയ്ഡ് ചെയ്തെടുത്തല്ലോ, റെയ്ഡ് ചെയ്ത് എല്ലാം പിടിച്ചെടുത്തല്ലോ.
അത് അന്നേരം തരുൺ പറയും, പിടിച്ചെടുത്തിട്ട് എന്ത് കാര്യം? ദേവരാജൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ദേവരാജനെ ജാമ്യത്തിലിറക്കിയില്ലേ? പിടിച്ചെടുത്ത ഡ്രഗ്സ് എല്ലാം പഞ്ചസാരയായി മാറിയില്ലേ? എന്തിനും ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ദേവതയോട്. ഉള്ള കാര്യം പറഞ്ഞതാ. പിന്നെ ഒന്നും ഉപദേശിക്കുന്നത് എടുക്കുന്നതൊന്നും വേദയ്ക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വേദയുടെ ജോലിയിൽ ഇടപെടുന്നത് വേദയ്ക്ക് ഇഷ്ടമല്ലെന്നറിയാം. അതുകൊണ്ട് ഞാൻ ഇടപെടാൻ വേണ്ടി പറഞ്ഞതല്ല. ഭീഷണി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറയും. പിന്നീടാണെങ്കിൽ ദേവരാജൻ്റെ ഭീഷണി വരുന്നുണ്ട് വേദയ്ക്ക്. വേദയുടെ മകൾ LKG പഠിക്കുക. LKG പഠിച്ച 4 വയസ്സായിട്ട് തരുണിനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇത് വേദയുടെ മകളാണെന്നുള്ള കാര്യം. വേദ സബ് കളക്ടറായി വരികയും ജയിലിൽ വിക്രമാണെങ്കിൽ 5 വർഷം കൊണ്ട് അവൻ ഡിഗ്രിയും PGയും പാസ്സായി, പൊളിറ്റിക്കൽ സയൻസ് PGയും കഴിഞ്ഞ് തുടർ വിചാരണയിൽ വിക്രം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങുമ്പോൾ വിക്രമിനെ വിളിക്കാനായിട്ട് വിശ്വേട്ടൻ വരും. അപ്പോഴാണെങ്കിൽ ശ്രീകാന്തും ദർശനും വരുന്നുണ്ട്. വിക്രത്തിനെ ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്നും പറഞ്ഞ് ദർശനും ശ്രീകാന്തും വന്ന് ഭീഷണി മുഴക്കുന്നുണ്ട്. വിശ്വനാഥനാണെങ്കിൽ വിക്രത്തിനെ വിളിച്ച് വീട്ടിൽ വരുമ്പോൾ സുധാകരൻ മാഷാണെങ്കിൽ കിടക്കുകയാണ്. അപ്പോൾ സുധാകരൻ മാഷ് ഇടയ്ക്ക് ഒന്ന് വീണ് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് വിക്രം നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ പറയും, ഇവിടെ നിന്ന് വീണതാ, വിക്രത്തിനോട് പറയാഞ്ഞതാ എന്നൊക്കെ വിശ്വേട്ടൻ പറയും. ചേട്ടൻ എന്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, അവർ വാടകയ്ക്ക് താമസിക്കുക, അവരവിടെ ഒരു വീട് വെക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. അത് കഴിഞ്ഞ് അവരെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ സുധാകരൻ മാഷാണെങ്കിൽ വിക്രത്തിന് ഫുഡ് വാരി കൊടുക്കും. എന്നിട്ട് പറയും, അപ്പം വിക്രം പറയും, അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ അതേ ടേസ്റ്റാണ് ശ്രീജേടത്തി ഉണ്ടാക്കിയ ഫുഡ് എന്ന് പറയും. അന്നേരം ശ്രീജേടത്തി പറയും, അമ്മ ഉണ്ടാക്കുന്ന പോലൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല, പക്ഷേ ഞാൻ അതുപോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയും. വിക്രം ചോദിക്കും, വിശ്വേട്ട മോളെന്തേ, മോളെ കാണുന്നില്ലല്ലോ? അന്നേരം പറയും, മോള് എൻട്രൻസ് കോച്ചിങ്ങിന് പോയേക്കുവാന്ന് പറയും. ഇതിൻ്റെ ബാലൻസുമായി അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.